ഹലോ, നമുക്കിന്ന് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണിത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കുക്കറിൽ അടി പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെള്ളം ചേർത്തത്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിവേപ്പിലയും പച്ചമുളകും തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ആ മൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ആ മണം, അതൊരു നല്ല മണം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ബീഫാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ ഗ്രേവിയോട് കൂടിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചിട്ട് ഡ്രൈ ആക്കിയിട്ടെടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഒന്നും കൂടെ തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇത് നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ബീഫ് റോസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.